ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൾട്ടിമീഡിയ ആർട്സ് ബൈ നിവർത്ത. അപ്പോൾ ഇന്ന് നമുക്ക് 1 മീറ്റർ തുണി വെച്ചിട്ട് മാസ്ക് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സ്റ്റിച്ചിങ് മെഷീൻ ഒന്നും വേണ്ട, കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മാർക്ക് ചെയ്യാനായിട്ട് ഒരു പെന്നും ഇലാസ്റ്റിക് ത്രെഡ്, പിന്നെ ഒരു പ്ലേറ്റ് 25 ഇഞ്ചസ് 26 27 ഈ ഇത്രയും ഇഞ്ചസിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 27 ഇഞ്ചസ് ആണ്. പിന്നെ ഒരു നീഡിലും വേണം, പിന്നെ 1 മീറ്റർ ക്ലോത്തും ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല കോട്ടൺ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഈ 27 ഇഞ്ചസിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എടുത്തിട്ട് ഒരു സർക്കിൾ നമുക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം ആ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതായത് 27 ഇഞ്ചസിൻ്റെ സർക്കിളാണ് ഇത്, ഈ പ്ലേറ്റ് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റിൽ അത് വെച്ചിട്ട് സർക്കിൾ നമുക്ക് വരച്ചെടുക്കാം. പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിനുശേഷം സർക്കിള് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സർക്കിള് 2ആയിട്ട് മടക്കും നമ്മൾ. ഇതേപോലെ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചൊന്ന്, നമുക്ക് സ്വന്തം ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം അതായത് ഈ ഡിസൈൻ ഉള്ളതാണെങ്കിൽ നിങ്ങൾ നല്ല വശവും അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം ചെയ്യുമ്പോൾ ഡിസൈൻ ഇല്ലാത്തത് ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഈ ത്രെഡ് എടുക്കുക. ത്രെഡ് അതായത് ഞാൻ എംബ്രോയ്ഡറി ത്രെഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ത്രെഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ഇതാണ് ഉണ്ടാവുക, സ്ട്രാൻഡ്സ് ആണ് ഉണ്ടാവുക. അത് നമ്മൾ 6നെ ഡിവൈഡ് ചെയ്തിട്ട് 3 ആയിട്ട് എടുക്കും. അപ്പോൾ ആദ്യം ഒരു ഇതായിട്ട് 3 ആയിട്ട് എടുക്കും, നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഡബിളായിട്ട് ഇടുമ്പോൾ അത് 6 ആയിട്ട് മാറുമല്ലോ. മനസ്സിലാവുണ്ടോ? അതായത് 6 എണ്ണം ഉണ്ടാവും. അതിൽ നമ്മൾ 3 എടുത്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ഡബിളായിട്ട് ഇടും നമ്മൾ. അത് നീഡിലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് നീഡിലിൽ ഇടുമ്പോൾ മനസ്സിലാവും. ഇത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നീഡിലിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഈ 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് അടിയിൽ കെട്ടിടും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഇത് 2ഉം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് 6 ആയി. അതുകൊണ്ടാണ് 6 വേണ്ട 3 മതി എന്ന് പറഞ്ഞത്. കാരണം കൂടുതൽ കനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ത്രെഡ് യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതുപോലെ നമുക്ക് പിന്നാലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എഡിറ്റിംഗ് ഒക്കെ ഇതിൽ കുറവാണ് കേട്ടോ, വളരെ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബിസിനസ് തന്നെ ഈ മാസ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. ആദ്യം സ്റ്റിച്ച് ഇങ്ങനെ കൈ കൊണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മെഷീൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതതുപോലെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒന്ന് ഫസ്റ്റ് ആ എൻഡിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം നമുക്ക്. അതിന് ശേഷമാണ് നമ്മൾ തുന്നി വരേണ്ടത്. ഇതിനിപ്പോൾ തുന്നലൊന്നും പഠിക്കണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി ഈ ഒന്ന് കുത്തിയെടുക്കുക സിഗ്സാക്ക് പോലെ ആ ഒരു രീതിയിലാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് കുത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഗ്യാപ്പ് വരില്ല. ഇല്ലെങ്കിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പിന്നെ റിട്ടേൺ അടിച്ച് പിന്നെയും തുന്നേണ്ടി വരും. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങനെ വലിച്ചിട്ട് അത് ഫുള്ളും താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് താഴെ കെട്ടിടണം. അവിടെ താഴെ വരുന്ന സമയത്ത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം നമുക്ക്. അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ അടുപ്പിച്ചാണ് നമ്മൾ തുന്നിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വന്നു. ഇപ്പോൾ നൂല് ഇടയിൽ തീർന്നു പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇടയിൽ കുറച്ച് കെട്ടിട്ട് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ എണിച്ച് പോകണമെന്നുണ്ടെങ്കിലും നമുക്ക് സേഫ് ഇടയിൽ കെട്ടിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് നമ്മളൊരു കെട്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ ലാസ്റ്റും കെട്ടിടുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കെട്ടിട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരൂ.
ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കട്ടായിക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളല്ലേ ഇത്. ഇനി അതിന് ശേഷം എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ എല്ലാം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവണ സംഭവം ഇതാ ഇങ്ങനെ ഒരു തൊപ്പീൻ്റെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക. അതായത് ഈ 2 എൻഡ്സും നമ്മൾ കെട്ടി വെച്ച എൻഡ് ഉണ്ടല്ലോ, ആ 2 എൻഡും കൂടെ കൂട്ടി പിടിച്ചിട്ട് കറക്റ്റാണോ, കറക്റ്റ് ലെവലിൽ വന്നോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം കറക്റ്റ് ആ മേലെയും 2ഉം കൂടെ ജോയിൻ ചെയ്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഇവിടെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫുള്ള് സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുന്നില്ല. അറ്റത്ത് മാത്രം ഒരു ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നോർമലി നേരത്തെ ചെയ്ത പോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അറ്റം വരുമ്പോൾ അവിടെ നമ്മൾ കെട്ടിടുന്നില്ല. കാരണം അതിൽ കുറച്ച് ഗ്യാപ്പ് വിടണം. അതായത് ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ കുറച്ച് ഗ്യാപ്പ് വിടണം. അത് എന്താണ് റീസൺ, എന്തിനാണ് ആ ഗ്യാപ്പ് വിടണം എന്നുള്ളത് വീഡിയോൻ്റെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫുള്ളും കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കണ്ടില്ലേ, ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ ഇവിടെ കെട്ടിട്ട് സേഫാക്കി വെച്ചു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് ഉൾഭാഗം, അതായത് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതാണ് പുറത്ത്, ഇനി സ്റ്റിച്ച് ചെയ്തത് അതായത് സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം നമുക്ക് പുറത്ത് വരണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലൊന്ന് കൈ ഇട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇതൊന്ന് പുറത്തേക്ക് എടുക്കുക. ഉള്ളിലത്തെ സാധനം പുറത്തേക്ക് എടുക്കുക. കുറച്ച് അത്ര ബുദ്ധിമുട്ടില്ല, എന്നാലും കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അതൊന്ന് വന്ന് കിട്ടണ വരെ. പിന്നെ കുറേ ചുളുക്കും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് അയൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് കറണ്ടിൽ യൂസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അയൺ ബോക്സ് യൂസ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യത്തിൽ ഇറങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഇപ്പോൾ കസ്റ്റമറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് അയൺ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പുറത്തെടുത്തതിന് ശേഷം എന്താ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വിധത്തിൽ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് ഇതിലിപ്പോൾ അധികം ഫാസ്റ്റ് കൂട്ടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇത് വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മാക്സിമം എഡിറ്റ് ചെയ്യാതെയാണ് ഈ വീഡിയോ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയണമല്ലോ അത്ര ബുദ്ധിമുട്ടല്ല എന്നുള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മാസ്ക്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് നല്ലോണം അമർത്തിയാൽ തന്നെ കണ്ടോ, ചുളിവുകളോ ഒന്നും അങ്ങനെ അറിയുമൊന്നുമില്ല നമുക്ക്. അപ്പോൾ തിരിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സ്പേസ് ലാസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഗ്യാപ്പ് ഇതുപോലെ ഉണ്ടാവുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഉള്ളിലോട്ടൊന്ന് മടക്കി കൊടുക്കുക. അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുറച്ച് മാക്സിമം ഒന്ന് ഉള്ളിലോട്ട് മടക്കി ആ ഒരു വൃത്തിയായ ഒരു ഷേപ്പ് ഒന്ന് വരുത്തിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിച്ചതിന് ശേഷം നമ്മൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. എന്നിട്ട് ലാസ്റ്റ് ഒരു കെട്ടും ഇട്ട് കൊടുക്കുക. ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, എല്ലാം ഒരുമിച്ചാണോ കറക്റ്റാണോ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് വേണമെങ്കിൽ ഇപ്പോഴും അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ആ അറ്റത്തും കൂടി ചെയ്ത് വരുമ്പോൾ ആ ഒരു ഇത് വരുമല്ലോ. ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അയൺ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 2 സൈഡ് ഉണ്ടല്ലോ മാസ്കിൻ്റെ 2 അറ്റം അത് ഇങ്ങനെ മടക്കിയെടുക്കുക. ആദ്യം ഒരറ്റം മടക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പോൾ ഇതായത് ഈ ഒരു എലാസ്റ്റിക് വന്നിട്ട് 17 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. ഒരാൾക്ക് ആ ഒരു സൈസിലുള്ള എലാസ്റ്റിക് മതി, 17 സെൻറ്റിമീറ്റേഴ്സ് കേട്ടോ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒരേ ഒരു അടി മാത്രം ഇതിൽ കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് 2 ഇത് കൊടുക്കുക അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് ഒരേ ഒരു ഇത് മാത്രം കൊടുത്താൽ മതി. കെട്ടിടാൻ മറന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കെട്ടിട്ടിട്ട് ഇനി ഒരേ ഒരു ഇത് മാത്രം അതിലൊന്ന് അടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ കെട്ടിട്ട് കഴിഞ്ഞു. ഇനി അതേപോലെ രണ്ടും മടക്കി വെച്ചിട്ട് അളവ് നോക്കുക എവിടേക്കാണ് നമുക്ക് കെട്ടിടേണ്ടത്. നേരത്തെ ഇത് ചെയ്തല്ലോ, ഈ സൈഡ് അപ്പോൾ എങ്ങനെയാണ് മടക്കണ്ടേ എന്നുള്ളതൊന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ, എന്നിട്ട് ഒന്നുകൂടെ മടക്കി നോക്കിയിട്ട് കറക്റ്റാണോ എന്നുള്ളത് നോക്കുക. അതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു. അതിന് ശേഷം എന്താണ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തില്ലേ, അതിന് ശേഷം നമ്മൾ ഈ സൂചി ഒന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ഉള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഞാൻ ആദ്യം 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കി. പക്ഷേ സൂചി ഇപ്പുറത്ത് കൂടെ വരിക, എലാസ്റ്റിക് ഇപ്പുറത്ത് കൂടെ വരിക, അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് ഫെയിലായി കേട്ടോ. ലാസ്റ്റ് എന്തൊക്കെയോ ചെയ്തപ്പോഴാണ് അത് ശരിക്കും ഇൻസേർട്ടായി പോയത്. അപ്പം നിങ്ങളും ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു, അത് രണ്ട് സൈഡിലും ഇൻസേർട്ട് ചെയ്തിട്ട് കണ്ടോ, അതുപോലെ സൂചി ഇങ്ങനെ 2-3 പ്രാവശ്യം വലിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുകൂടെ ത്രെഡ് അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ സൂചി എടുത്തിട്ട് ഇതിൽ കുത്തി, അപ്പം സൂചി പുറത്തോട്ട് വരില്ല, മനസ്സിലായോ? എന്നിട്ട് ഇൻസേർട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നു. അതിന് ശേഷം നമുക്ക് സൂചി പുറത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. അല്ലാതെ വേറെ എന്താ മെത്തേഡ് എന്ന് വെച്ചാൽ വല്ല പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇലാസ്റ്റിക് കയറ്റുകയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ആദ്യം എലാസ്റ്റിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഈ എലാസ്റ്റിക് ഇടണ ഈ തിരക്കിൽ ക്യാമറേൻ്റെ പുറത്താണ് സംഭവം പോയതെന്ന് അറിഞ്ഞില്ല. എന്തായാലും ഒന്ന് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇതേ ഒരു ഐഡിയയിലാണ് അത് ചെയ്തിരിക്കണത് കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും എല്ലാ കമൻറ്റ്സിനും ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. അപ്പോൾ എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കുക. ഇല്ലെങ്കിൽ ഒന്നുകൂടെ നിറയെ 2-3 പ്രാവശ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇലാസ്റ്റിക് നല്ലോണം ഒന്ന് വലിച്ചിട്ട് 2 അറ്റവും കൂടി പിടിക്കുക. എന്നിട്ട് ഒരു കെട്ട് അവിടെ ഇട്ട് കൊടുക്കുക. ബുദ്ധിമുട്ടില്ല കെട്ടിടാൻ, എന്നാലും ഒരു ചിലപ്പോൾ പെട്ടെന്ന് വലിയ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ എലാസ്റ്റിക് ആണല്ലോ, നമുക്കനുസരിച്ച് ചിലപ്പോൾ ഇത് വരണം എന്നില്ല. ഒന്നിൽ വന്നു കഴിഞ്ഞാലും ഒരറ്റം കറക്റ്റായി വരും, അടുത്തറ്റം വരില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വലിച്ച് ഇതാക്കിയിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തു കൊടുക്കുക. എന്നിട്ട് ആ കെട്ട് അങ്ങോട്ട് ഉള്ളിക്കാക്കി വിടുക. ചിലപ്പോൾ ഉള്ളിക്കാക്കി കഴിഞ്ഞാൽ കെട്ടിൻ്റെ ഇത് ചെറിയ കെട്ടായതുകൊണ്ട് ചിലപ്പോൾ അത് എന്താ പറയുക, പുറത്തേക്ക് ആ കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. അല്ല വലിയ കെട്ടാണെങ്കിൽ ചിലപ്പോൾ വരില്ല, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കണ്ട ഈ ഒരു സ്റ്റിച്ച് മാത്രമേ പുറത്ത് കാണുള്ളൂ, പക്ഷെ അത് അത്ര ഇതായിട്ടൊന്നും കാണുമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇതായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് എലാസ്റ്റിക് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എലാസ്റ്റിക് പിടിച്ചിട്ട് ആ തുണിയിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ജസ്റ്റ് ഒരു ചെറിയ സ്റ്റിച്ച് മാത്രം ഒന്ന് അവിടേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ഔട്ട്ലുക്ക്. അടിപൊളിയായില്ലേ നമ്മുടെ ഹാൻഡ് മെയ്ഡ് മാസ്ക്, ഇത്ര സൂപ്പറായിട്ട്. അത് N95 പോലെയുള്ള മാസ്കാണ്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി എന്നുള്ളത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഫീലും നമ്മുടെ ഫീലും വേറെ ലെവലാണ്. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും എനിക്കത് ഷെയർ ചെയ്ത് തരണം കേട്ടോ. ആര് ട്രൈ ചെയ്താലും പ്ലീസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷെയർ ചെയ്ത് തരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങളുടെ ഈ ട്രയലിൻ്റെ പിക്സ് ഞാൻ എന്തായാലും
ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ അടുത്തത് എന്താ വരണമെന്ന് വെച്ചാൽ ഈ മാസ്കിൽ എംബ്രോയിഡറി അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റിങ് അതെങ്ങനെയാണ് ഈ മാസ്കിൽ ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.